മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാനവക്ലേശം നീക്കാൻ, മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ നിണനീരുകൾ ചിന്തി തിരുജീവൻ ഏകി സുരലോകം പൂകാൻ വരദാനം നൽകി. സുരലോകം വരദാനം നൽകി. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മനസ്സിനുള്ളിൽ മോഹനരൂപം കാണാം, വാഴുന്നവൻ മനസ്സിനുള്ളിൽ മോഹനരൂപം കാണാം. തിരുവീഥികൾ തേടാം, അപരാധം വെടിയാം, അഭിഷേകം നേടി അപരാധം പാടാം. അഭിഷേകം നേടി അവതാരം പാടാം. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ.
വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. മനുവേലിൻ മാമോദീസാ സമയേ യോർദാൻ നദി മുകളിൽ മനുവേലിൻ മാമോദീസാ സമയേ യോർദാൻ നദി മുകളിൽ വെള്ളരിപ്രാവു പോൽ കാണുവന്നിറങ്ങിയ ത്രിത്വത്തിൽ മൂന്നാമനേ അനുഗ്രഹം ചൊരിയണമേ. അടിയനിൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. പ്രലോഭനങ്ങളാലെ എൻ രക്ഷകനെ പരീക്ഷിച്ച ശത്രുവിനെ പ്രലോഭനങ്ങളാലെ എൻ രക്ഷകനെ പരീക്ഷിച്ച ശത്രുവിനെ തകർക്കുവാൻ എൻ്റെ നാഥനെ നയിച്ച പരിശുദ്ധാത്മനെ ജയാളിയായി നയിക്കേണമേ. അടിയനെ ജയാളിയായി നയിക്കേണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. സെഹിയോൻ മാളികയിൽ സംഘടിച്ച പൂർവപിതാക്കന്മാരെ സിഹിയോൻ മാളികയിൽ സംഘടിച്ച പൂർവ്വപിതാക്കന്മാരെ അഗ്നിനാവുകളാലാഗതനായി അഭിഷിക്തരാക്കിയോരേ അഭിഷിക്തനാക്കേണമേ. അടിയനെ അഭിഷിക്തനാക്കേണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകേണമേ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ.
മൃതരാം വിശുദ്ധന്മാരെ ആത്മമണാളന്റെ വരവിൽ മധ്യാകാശേ മൃതരാം വിശുദ്ധന്മാരെ ജീവനോടിരിക്കും വിശുദ്ധരോടൊത്ത് എത്തിക്കും ഉയിർപ്പിൻ പ്രഭോ എത്തിക്കണേ കാന്തൻ സന്നിധൗ അടിയനെ എത്തിക്കണേ കാന്തൻ സന്നിധൗ വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ 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 മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ തവ സൗഖ്യം നൽകേണമേ വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ 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 മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ തവ സൗഖ്യം നൽകേണമേ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവായ ഈശോയെ അങ്ങയുടെ മാമോദിസായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ കാലം ഈ കുഞ്ഞിനെ മാമോദിസായിലൂടെ അങ്ങയോട് ഒന്നിപ്പിക്കുവാനായിട്ടുള്ള അനുഗ്രഹമാണ് തന്നിരിക്കുന്നുവല്ലോ. കർത്താവായ ഈശോയെ അവിടുന്ന് സ്നാപയോഹന്നാന്റെ മുമ്പിൽ മാമോദിസ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഞങ്ങൾ കാണുന്നു. അങ്ങ് മാമോദിസ സ്വീകരിച്ച സമയം പിതാവിൻ്റെ വചനം, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുവാൻ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പിതാവ് ഇതെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഞങ്ങളും മാമോദിസ സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറയുകയും അടുത്ത പിതാവിൻ്റെ മക്കളായി ഞങ്ങൾ മാറുകയും ചെയ്യും എന്നുള്ളതാണല്ലോ. അങ്ങിലൂടെ സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാനുള്ള വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണ് മാമോദിസ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഈ കുഞ്ഞിനെ മാമോദിസയ്ക്കായിട്ട് ഞങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കുഞ്ഞിനെ അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകി, ഈ കുടുംബത്തിന് നൽകി, മാതാപിതാക്കന്മാർക്ക് നൽകി. അവർ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ട് നിന്നുകൊണ്ട് അങ്ങയുടെ സ്നേഹം പങ്കുവച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ ഇന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനും അങ്ങേക്ക് സമർപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നത്. ഈശോയെ മാതാപിതാക്കന്മാരെന്നും ഇതേപോലെ അങ്ങയുടെ ഹിതം നിറവേറ്റി ജീവിക്കുവാനായിട്ട് അനുഗ്രഹം ചെയ്യണമേ. ഈ കുഞ്ഞ് അങ്ങയെപ്പോലെ തന്നെ പ്രായത്തിൽ വളരുന്നതോടൊപ്പം ജ്ഞാനത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവരുടെ സംപ്രീതിയിലും വളർന്നു വരാനിടയാകണമേ. ഈ കുടുംബത്തിന് വലിയ അനുഗ്രഹമായി ഈ കുഞ്ഞ് ആയിത്തീരണമേ. അതുവഴിയായി ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി ഈ കുഞ്ഞ് ആയിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ, വിശുദ്ധ പിതാവേ, ഞങ്ങളെ കാക്കുന്ന മാലാഖമാരെ ഈ കുഞ്ഞിൻ്റെ കാവൽ മാലാഖായ പ്രത്യേകം ഈ സമയം ഈ കുഞ്ഞിനോടുകൂടി ഉണ്ടായിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നിരിക്കുമെന്ന് അങ്ങനെ ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനമില്ലാതെയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും ശിശുക്കൾക്ക് നൽകിയിരുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിൽ
അവയിലേക്ക് കൈകൊണ്ടാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അല്ല സന്തോഷത്തോടും നന്ദിയോടും കൂടി നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഉദാശ മാമോദിസ ഉദാശ കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കൊണ്ടാണ് ദൈവിക ജീവന് അവകാശിയായി തീരുന്നത്. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിന് ഫലമായി ദൈവിക ജീവൻ ഇല്ലാത്തവരായിട്ടാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്തിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവിക ജീവൻ ഇല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ജീവൻ മാത്രം ആ അനുഭവത്തിൽ മാത്രം ഈ ലോകത്തിലേക്ക് വരുന്നവരെ ഈശോയോട് ഒന്നിപ്പിക്കുന്നത് വഴിയായിട്ട് അവിടുത്തെ ആത്മാവ് അവിടുത്തെ ജീവൻ നമുക്ക് ഓരോരുത്തർക്കും മാമോദിസ സ്വീകരിക്കുമ്പോൾ നൽകപ്പെടുന്നു. അതാണ് നമ്മുടെ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഈശോയുടെ ആത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്നിരുന്നുകൊണ്ട് മനുഷ്യനുള്ള നമ്മുടെ ആത്മാവോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ ആവാ പിതാവെ എന്ന് വിളിക്കാൻ നമ്മൾ അർഹരായി ചെയ്യുന്നതിനുള്ള വലിയ സത്യം. മാമോദിസ ഇല്ലാതെ വേറൊരു ഉദാശം സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാവുന്നത്. എല്ലാം അടിസ്ഥാന ഉദാശയാണ് മാമോദിസ. പാപത്തിന്റെ മോചനവും ദൈവിക ജീവനിലുള്ള പങ്കിടലും അതുവഴിയായി ഈശോയുടെ മൗലിക ശരീരമായ സഭയിലെ കൂട്ടായ്മയിൽ അംഗത്വവും എല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന വലിയൊരു നിമിഷമാണ് ഇപ്പോൾ
എന്നാണ് ഓർക്കുക. അങ്ങനെ കർത്താവിനോട് ഐക്യപ്പെടുന്നവർ ഈശോയുടെ ജീവിതത്തിന് അവകാശമായിത്തീരുകയാണ്. എന്നുവെച്ചാൽ ഈശോയുടെ ആത്മാവിനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് പൗലോസ് പറയുന്നത്. ഈശോയുടെ ഐക്യപ്പെടാനായി മാമോദിസ സ്വീകരിക്കുന്നതെല്ലാവരും അവിടുത്തെ മരണത്തോട് ഐക്യപ്പെടാനായിട്ടാണ് മാമോദിസ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞുകൂടെ. അങ്ങനെ ഈശോയോട് ഐക്യപ്പെടുവാനായി അവിടുത്തെ മരണത്തിൽ ഈശോയോട് ഐക്യപ്പെടുന്നവര് തീർച്ചയായും അവിടുത്തെ ഉദ്ധാനത്തിനും അവിടുത്തോട് ഐക്യപ്പെടും എന്നാണ്. ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ യോർദാൻ നദിയിൽ മുങ്ങുകയും അതിനുശേഷം ഉയർന്ന് വരികയുമാണ് ചെയ്തത്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു അടയാളമാണ് അത്. വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ മരിച്ച് അടക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. വീണ്ടും ഉയർന്നു വരുമ്പോൾ പുനരുദ്ധാനത്തിൻ്റെ അടയാളമാണ്. ഈശോയുടെ മരണമാണ് നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഈശോ കാൽവരിയിൽ പൂർത്തിയാക്കേണ്ട മാമോദീസായുടെ സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള അടയാളപരമായിട്ടുള്ള മരണ അനുഭവമാണ് വെള്ളത്തിലേക്ക് മുങ്ങിയത്. അതിനുശേഷം ഈശോ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഉദ്ധാനത്തെ ഈശോയെയും നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഉദ്ധിതനായ ഈശോയുടെ ജീവൻ സ്വീകരിക്കുന്ന നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈശോയുടെ സഹനത്തിൽ പങ്കുകാരായി അവിടുന്ന് കാൽവരിയിലേക്ക് കയറിയപ്പോൾ കുരിശുമായിട്ടാണ് പോയത്. അതാണ് ഈശോയെ എന്നെ അനുഗ്രഹിക്കുന്നവൻ അവരുടെ കുരിശുമെടുത്തവരെ. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി യാഗം സഹിച്ചവർ, ഈശോയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ജീവൻ പോലും സമർപ്പിക്കുവാൻ സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ അടയാളമായി കാണണം. വൃത്തിയായിട്ടുള്ള സ്ഥൈര്യലേഖനം എന്ന ഉല്ലാസം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകിക്കൊണ്ടുള്ള ഉല്ലാസം എന്നുള്ളത്. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി ഏത് ത്യാഗം സഹിക്കുവാനുള്ള സന്നദ്ധത. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. തൈലത്തിൽ ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രതീകമായ മാമോദീസായുടെ പരികർമ്മത്തിനായി ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഈ തൈലം പവിത്രീകരിക്കപ്പെടട്ടെ.
ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായി ഈശോമിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചിതമായ മാമോദീസായിൽ അമർത്യതയുടെ അടയാളമാകുവാൻ ഇത്തൈലം വിശുദ്ധ മൗനം കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയിലൂടെ പാപമോചനം നൽകി ആത്മീയ ജലം നൽകുന്ന ഒരു പുതിയ ഉന്നതമായി തീരാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അല്ല മാമോദീസ നൽകപ്പെടുന്നു. നമ്മുടെ കർത്താവിനെ പുഷ്കലമായ സഹായിക്കുകയും ലോകത്തിന്റെ പ്രകാശമായ ശിഖാനരംഗ മാർഗദീപമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സ്വീകരണശാലയിൽ പ്രാർത്ഥനാനിരതരായ ശിഷ്യരിൽ എന്ന പോലെ ഈ ദാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇവിടെ ശക്തി അനുഗ്രഹിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലൂടെ വളർത്തുന്ന മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, ഉപകാരികളെ അങ്ങനെ കൂടുതലാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ അവരുടെ പിതാവിനെ സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് ഇവർ വളരുവാനാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവർ ശക്തയാകട്ടെ. ലോകത്തിലങ്ങയുടെ സജീവ സാക്ഷിയായി മരണശേഷം വലിയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായിന് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ
പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികനെ ദാസിയെ മുദ്രതയാക്കുവാൻ തുടങ്ങുന്നു. അതിന് വിരുദ്ധമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. സ്നേഹിതന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരണത്തിന് സ്നേഹിതന്മാരുടെയും ഓരോ വിദ്യാർത്ഥികളുടെയും കയ്യിൽ വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഇതിനുകാലം അങ്ങയുടെ ദാസനം നൽകുന്നത് വലിയവനായ എന്നെ ദാസിക്ക് നൽകുന്നത് വലിയവനായ പരിശുദ്ധാത്മാവുമായ സർവീശ്വര ശരീരത്തിലുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ മുദ്രിതയാക്കണമേ. പിതാവേ, അങ്ങയെ വിളിക്കുവാൻ മിത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ നൽകണമേ. കൈവയ്പയ്ക്ക് പുരുഷ വഴി ദിവ്യാത്മാവിനാൽ പറഞ്ഞ് സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുന്ന തീരുമാനങ്ങളെയും സഭയുടെ വിശ്വസ്തദാസ്യമായി ജീവിക്കുവാൻ ഇവിടെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങളെ അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും ഹൃദയം പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മമ്മീശ സ്വീകരിച്ചല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണതയും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കുമാറാകട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാക്കുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി അന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു.
യേശുവിനെ കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ഞങ്ങളുടെ കർത്താവിന്റെ വാഗ്ദാനം ഈ ദാസിയെ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ വിശ്വാസ അവകാശിയും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ സമന്വയമാക്കിയതിനെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസിയെ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കഴിയണമേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ.
കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. ഒരു നാളും പാപത്തിൽ വീഴാതെ നീങ്ങിയിടുവാൻ, അലിവേറും സ്നേഹത്തിൽ എന്നാളും താങ്ങിയിടുവാൻ. ഒരു നാളും പാപത്തിൽ വീഴാതെ നീങ്ങിയിടുവാൻ, അലിവേറും സ്നേഹത്തിൽ എന്നാളും താങ്ങിയിടുവാൻ. നീ വരേണമേ, കാത്തിടേണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടേണമേ. നീ വരേണമേ, കാത്തിടേണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടേണമേ. കുഞ്ഞുമക്കളെ വിശുദ്ധരാക്കണേ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നിത്യ